പ്രൈസ് ദി ലോർഡ്. ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവിടുന്ന് നൽകുന്ന പ്രതിഫലവും എന്ന് നമുക്ക് 127 സങ്കീർത്തനത്തിലൂടെ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. അതെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നിധിയും അഥവാ ഉത്തരവാദിത്വവുമാണ് നമുക്ക് ദൈവം നൽകിയ തലമുറകൾ. എന്നാൽ അവരെ നേരായ വിധത്തിൽ പഥ്യോപദേശത്തിൽ വളർത്തേണ്ടതും ഏറ്റവും അത്യാവശ്യമാണ്. ഇന്ന് അനേകർ അവർക്ക് അവരുടെ ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ അനേക കാര്യങ്ങൾക്ക് വളരെ ബദ്ധശ്രദ്ധരായി അവരെ വളർത്താറുണ്ട്. എന്നാൽ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായത് പലപ്പോഴും കൊടുക്കാറില്ല. നാം ചൊല്ലിക്കൊടുക്കുന്നതിനേക്കാൾ അവരുടെ മുൻപിൽ ജീവിച്ചു കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു മാതൃകയാണ് ഓരോ മാതാപിതാക്കളിൽ നിന്നും മക്കൾക്ക് ലഭിക്കേണ്ടുന്നത്. ചിലപ്പോൾ നാം വലിയ തെറ്റുകളല്ല എന്ന് കരുതി തമാശ പറയുന്ന കാര്യങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ അവരെ അത് വല്ലാതെ ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ തെറ്റിലേക്ക് അവരെ വഴി നടത്തുകയും ചെയ്യുവാനായിട്ട് മതിയായതാണ്. ചിലപ്പോൾ ഒരാള് പിതാവിനെ അന്വേഷിച്ച് വരുമ്പോൾ മക്കളോട് പറയും, ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാം. കാരണം ചിലപ്പോൾ കൊടുക്കുവാനുള്ള പണം ചോദിച്ചു വരുന്ന ആളായിരിക്കാം. അതുകൊണ്ട് മക്കളോട് പറയും, ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാം. അങ്ങനെ കുഞ്ഞുങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ ചില ചിന്തകൾ ഉണ്ടാകുകയാണ്. അപ്പൻ മേടിച്ചാൽ കൊടുക്കാത്തവനും കള്ളം പറയുന്നവനുമാണ്. ഒരു ചെറിയ കാര്യമായിട്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ്. അതേപോലെ ചില സാധനങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ വാശി പിടിച്ച് കരയുമ്പോൾ ചിലപ്പോൾ അമ്മ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനോട് പറയും, അത് കാക്ക കൊണ്ടുപോയി എന്ന് പറയാറുണ്ട്. അപ്പോൾ നുണ പറയുവാനുള്ളതാകുന്ന ഒരു ശീലം കുഞ്ഞിലേ അവരുടെ ഹൃദയത്തിൽ അത് നാം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന അനുഭവമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. മാത്രമല്ല, അവര് മാതാപിതാക്കളെ പൂർണ്ണമായി ശ്രദ്ധിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. ചിലപ്പോൾ പള്ളിയിലൊക്കെ നല്ല മുഖ്യ സ്ഥാനത്ത് മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം. അവര് നല്ല ഭക്തരെന്ന് അഭിമാനിച്ച് പള്ളിയിലുള്ളവർക്കും പുരോഹിതന്റെ മുൻപിലും ഒക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷെങ്കിൽ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഒരിക്കൽ ഒരു ദൈവദാസൻ കടന്നു ചെന്നപ്പോഴാണ് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത്, ഈ കാണുന്ന മുഖങ്ങളൊന്നുമല്ല അതിനകത്തുള്ളത്. അല്ലെങ്കിൽ അവരുടെ തലമുറകളെ വാച്ച് ചെയ്തപ്പോൾ കാണുവാൻ കഴിഞ്ഞത് വളരെയധികമായിട്ട് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നതായ അനുഭവങ്ങൾ. പേഴ്സണലായിട്ട് ചില കുഞ്ഞുങ്ങളുമായി ഇടപെട്ടപ്പോഴാണ് മനസ്സിലായത്, അവിടെ ആ പുറത്തുള്ളതായ ജീവിതമല്ല അകത്ത്, അല്ലെ പള്ളിക്കകത്ത് വരുമ്പോൾ ഉള്ളതായ ആ ഭക്തിയോ അതൊന്നുമല്ല അകത്ത്. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയില്ല, തിരുവചനം വായിക്കുന്നില്ല, പറയുന്നത് പലതും അല്ല പ്രവർത്തിക്കുന്നത്. ഇതൊക്കെയാണ് തലമുറകൾ കണ്ടു വളരുവാനായിട്ട് ഇടയായി തീർന്നത്. അതിൻ്റെ ഫലമായിട്ട് ആ തലമുറകൾ അവർക്ക് തോന്നിയതായ വഴിയിലൂടെ മാതാപിതാക്കളെ അനുസരിക്കാതെ ഈ ലോകത്തിൻ്റെ മറ്റ് പലവിധമായ അവസ്ഥകളിലേക്ക്, പാപത്തിലേക്ക് അവരുടെ ടീനേജ് പ്രായത്തിൽ തന്നെ വീണുപോയിട്ടുള്ള ചില കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ. ഇതൊക്കെ ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണുവാൻ കഴിയുന്നതായ കാര്യങ്ങളാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ഉത്തരവാദിത്വത്തോടെ
പഥ്യോപദേശത്തോടുകൂടെ അവരെ കോപിപ്പിക്കാതെ ഒക്കെ വളർത്തേണ്ടത് ആവശ്യമെന്ന് തിരുവചനം നമ്മോട് എപ്പോഴും അനുശാസിക്കുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചൊല്ലിക്കൊടുക്കുന്നതിനേക്കാൾ ജീവിച്ച് കാണിക്കുന്ന ഒരു മാതൃക നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമുക്ക് കാഴ്ചവെക്കുവാനായിട്ട് കഴിയട്ടെ. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ആ കുഞ്ഞുങ്ങൾ ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളായി, ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളായി, മാതൃകയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാനായിട്ട് ഇടയായി തീരും. അതെ, അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാമല്ലോ. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല.